അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു പീനട്ട് കുക്കിയാണ് തയ്യാറാക്കുന്നത്. ഓവനൊന്നും ഇല്ലാതെ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പീനട്ട് ബിസ്ക്കറ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടി 1.25 കപ്പ് പീനട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള 8 ബിസ്ക്കറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ പീനട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ നന്നായിട്ട് കളഞ്ഞു വെക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി ഒന്നും ചേർക്കണ്ട, പീനട്ടിൽ നല്ല ഓയിലുള്ളതുകൊണ്ട് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് അരച്ച് നോക്കുമ്പോൾ ഒരു പൊടിഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ സൈഡിലേക്കൊക്കെ പോയതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം കൂടി അരച്ചെടുത്താൽ നല്ല പേസ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കാണുന്ന പോലെ ഇതുപോലെ പൊടിയായിട്ടിരിക്കും. അപ്പോൾ വീണ്ടും അരച്ചെടുത്തിട്ട് പീനട്ട് ബട്ടർ പോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തുള്ള ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിതൊന്ന് കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പീനട്ട് വറുത്തെടുക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർക്കുക അല്ലെങ്കിൽ സോൾട്ടഡ് പീനട്ട് എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്കിതിനി ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിനി നമുക്ക് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുഴച്ചെടുക്കുന്ന സമയത്ത് 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ള 1.25 കപ്പ് പീനട്ടിൽ 1 കപ്പ് അരച്ചെടുത്തിട്ട് ബാക്കിയുള്ള 1/4 കപ്പ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചുള്ള മാവൊന്നും കുറച്ചെടുത്തൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നല്ലൊരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നമുക്കൊരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ ചെറിയ അടപ്പ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പീനട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. ഒരു സൈഡിൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, 2 സൈഡിലും വേണമെങ്കിൽ 2 സൈഡിലും ആക്കി കൊടുക്കാം. പിന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇടയിലൊക്കെ പീനട്ടിൻ്റെ പീസ് കടിക്കാൻ കിട്ടണമെങ്കിൽ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്തും കുറച്ച് അതിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒന്ന് ഷേപ്പ് ചെയ്ത് ക്രഷ് ചെയ്ത് പീനട്ടൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്ത് ക്രഷ് ചെയ്ത പീനട്ടും വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ട്രേ ഇറക്കി വെക്കാൻ മാത്രം വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. എന്നിട്ടിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഈ പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ട്രേ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കണം. തീ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ അടി കരിഞ്ഞു പോവും. അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയ ശേഷം ഇത് പുറത്തെടുക്കാം. ചൂടോടുകൂടി നോക്കിയാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇത് ചൂടാറി ഒന്ന് തണുത്ത് വന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ചൂടാറിയ ശേഷം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാറി വന്നപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ ബിസ്ക്കറ്റ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പീനട്ട് കുക്കീനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഓവനൊന്നും ഇല്ലാതെ നമ്മൾ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ പീനട്ട് ബിസ്ക്കറ്റ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.